ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തതുകൊണ്ട് ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു ജ്യൂസ് ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. അതിന് വേണ്ടി ഒരു 3 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ക്യാരറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് വേവിച്ചെടുക്കണം. ഇതിൽ മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. അഥവാ പാലിൽ വേവിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നിത് അടിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. ഈ ക്യാരറ്റ് നന്നായിട്ട് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം ഇതിലേക്ക് പാലാണ് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നതെങ്കിൽ പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കുക. ഇനി നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കട്ടപ്പാലാണ് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ക്യാരറ്റ് ജ്യൂസാണ് ഇത് പറയില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാണ്. നല്ല ടേസ്റ്റാണ് ഇത്. കാഷ്യനട്ടെല്ലാം ഇതിൽ നിന്ന് കുടിക്കുമ്പോൾ നല്ല കടിക്കും. അന്നേരം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നട്ട്സും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.